ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ആന്ധ്ര ഒരു സ്പെഷ്യലാണ്. അതായത് പശുവിൻ പാലാണ് ശരിക്ക്. അതായത് പ്രസവം കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് നാളിൽ കിട്ടുന്ന പാലാണ്, അതെടുത്ത് വെക്കുന്നതാണ് ഇവിടെ സാധാരണ ആൾക്കാർ. അത് ഉപയോഗിച്ചിട്ടാണ് ഈ ഡിഷ് ഉണ്ടാക്കുന്നത്. ജുനു എന്നൊക്കെയാണ് അതിൻ്റെ പേര്. അതായത് നമ്മുടെ മിൽക്ക് പുഡിംഗ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് ഈ ഒറിജിനൽ പാലായതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് എക്സ്ട്രാ സാധനങ്ങളൊന്നും ആവശ്യമില്ല. സാധാരണ ഇത് എഗ്ഗ് ഒക്കെ ബീറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇത് ഒറിജിനൽ സാധനം ആയതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഒരു ഗ്ലാസ് ഈ മിൽക്ക് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 3 ഗ്ലാസ് നോർമൽ മിൽക്ക്, മീൻസ് നോർമൽ ഏത് മിൽക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഷുഗറിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര മാത്രം ചേർക്കുന്നവരുണ്ട്, പിന്നെ ശർക്കര മാത്രം ചേർക്കുന്നവരുണ്ട്. ഇവിടെ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ശർക്കര 1 കപ്പ് ചേർക്കുന്നുണ്ട്. അതിനുശേഷം സെയിം അളവ് അല്ല, അതിൻ്റെ ഒരു പകുതി ഭാഗം പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിന് പകരമായിട്ട് കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് നാച്ചുറലായിട്ട് ഇത്രയും ഒറിജിനൽ സാധനം കിട്ടിയതുകൊണ്ടാണ് ഇതുപോലെ ഉണ്ടാക്കുന്നത്. ഷുഗർ കുറയ്ക്കാനും അതാ കാരണം. അപ്പോൾ നല്ലതുപോലെ നമ്മളെ മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുക. കാരണം ചെറിയ ചെറിയ പാർട്ടികളും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ മിൽക്ക് പുഡിംഗ് ആണല്ലോ, അപ്പോൾ അതൊരു ക്ലിയർ ആക്യുറേറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ അതിൽ ചെറിയ ചെറിയ പീസുകളോ കാരണങ്ങളൊന്നും പാടില്ല. അതിനുശേഷം നമ്മൾ ഒരു ട്രേയിലേക്ക് ഉപയോഗിക്കുക. നമുക്ക് ഈ ട്രേ അതായത് ആവിയിൽ കയറ്റി വേവിക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ട്രേയിലേക്ക് എടുക്കുക. അതിനുശേഷം നമുക്ക് ചെറിയൊരു ഫ്ലേവർ ആവശ്യമുണ്ട്. അപ്പോൾ ഷുഗറാണ് നമ്മൾ ആഡ് ചെയ്ത്, അപ്പോൾ അതിനൊരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെറുങ്ങനെ കുരുമുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഏലക്കായ്പ്പൊടി, രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അധികം ഒന്നും ഇളക്കേണ്ട, ജസ്റ്റ് ഒന്ന് മോൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളിതൊന്ന് ബോയിൽ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ബോയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഇഡ്ഡലി ചെമ്പാണ്. ഇഡ്ഡലി ചെമ്പിൻ്റെ ബാക്കിയുള്ള തട്ടുകളൊക്കെ ഒഴിവാക്കിയിട്ട് താഴെ ഒരു ചെറിയൊരു നമ്മൾ സാധാരണ പാത്രങ്ങളൊക്കെ വെക്കുന്ന ചെറിയൊരു റൗണ്ട് വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ബോയിൽ ചെയ്യുകയാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം വെന്താൽ മതിയാവും. ഇത് അപ്പോഴേക്കൊക്കെ റെഡിയാവും. പിന്നെ ഇടയ്ക്ക് നിങ്ങൾക്കൊന്ന് തുറന്ന് നോക്കി വെന്തോന്നൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് അങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക. ചില സമയങ്ങളിൽ നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചിലപ്പോൾ 15-20 മിനിറ്റോ എടുത്തെന്ന് വരാം. അപ്പോൾ നമുക്കിത് നോക്കാം. ഏകദേശം ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. കണ്ടിട്ട് നമ്മുടെ സംഭവം റെഡിയായ പോലെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് വെന്തോന്ന് അറിയാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് എന്തെങ്കിലും ഫോർക്കോ എന്തെങ്കിലും ഒന്ന് എടുത്തൊന്ന് കുത്തി നോക്കിയാൽ മതി, അല്ലെങ്കിൽ കത്തി ഒന്ന് കുത്തി നോക്കിയാൽ മതി. അതിൽ പിടിക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വേവിക്കണം. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ട് അപ്പോൾ നമ്മളെ ജുനു റെഡി ആയിട്ടുണ്ട്. ഇത് ആന്ധ്രക്കാരുടെ ഒരു സ്പെഷ്യലാണ്, നല്ലൊരു ടേസ്റ്റുമാണ്. കാണുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നുമെങ്കിലും ഇതിൻ്റെ രുചി ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവർക്കും പിടിക്കണമെന്നില്ല, അതൊരു കാരണമാണ്. പക്ഷേ ഇത് ഭയങ്കര ഹെൽത്തിയായ ഒരു ഐറ്റമാണ്. കാരണം മിൽക്കിലുള്ള എല്ലാ പ്രോട്ടീൻസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു മിൽക്കാണിത്. ഇതിൽ വേറെ നമ്മൾ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചേർക്കുന്നുമില്ല. പിന്നെ നമ്മൾ ഒരു കാര്യം വിട്ടുപോയി, നമ്മളിത് വേവിച്ച് ഇതിന് ശേഷം ഒരു 2 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെക്കണം. എന്നാലും നമുക്ക് ഇതേപോലെ നമുക്ക് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിയുന്നതും ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലോ വെക്കുക. അതിന് ശേഷം വേണം ഇങ്ങനെ ഊരിയെടുക്കാൻ. ഇല്ലെങ്കിൽ ആ ഒരു ഒരു ടേസ്റ്റ് അങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ നമ്മളെ ജുനു റെഡി ആയിട്ടുണ്ട്. ചെറുങ്ങനെ സൈഡൊക്കെ ഒന്ന് തട്ടിപ്പൊട്ടി പൊളിഞ്ഞു പോയിട്ടുണ്ട്. കുറച്ച് നേരം നമ്മൾ ഫ്രീസറിൽ വെച്ചത് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് സർവ്വസാധാരണയായിട്ട് നമ്മുടെ ആന്ധ്ര ടൗണിലും കാര്യങ്ങളൊക്കെ ഇത് കാണപ്പെടുന്ന ഒരു ഐറ്റമാണ്. നല്ല റേറ്റുമാണ് ഇതിന്. 100 ഗ്രാം 50 ഗ്രാമൊക്കെ ഭയങ്കര അത്രയേ ഉണ്ടാവുള്ളൂ. അത്രയൊക്കെ അതിന് തന്നെ 200 ഒക്കെ അവർ വാങ്ങിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ മിൽക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ കുറച്ച് എഗ്ഗും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ആന്ധ്ര സ്പെഷ്യൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വീണ്ടും നമുക്ക് ആന്ധ്ര സ്പെഷ്യൽ സ്നാക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.